എന്തെങ്കിലും ഒരു തിക്ത അനുഭവങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അകത്തുനിന്നോ പുറത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നോക്കിയാൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളതിനെ എങ്ങനെ കാണുന്നു, നമ്മളതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു, അതനുസരിച്ചിട്ടിരിക്കും കാര്യങ്ങൾ. ഇല്ല, ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അധികം തലയിടുന്ന ആളല്ല. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, എൻ്റെ മൈൻഡിൽ തോന്നുന്നു എനിക്ക് പ്രതികരിക്കണം അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം, അന്നേരം മാത്രം പ്രതികരിക്കും. ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അത് അവരുടെ മൈൻഡ് സെറ്റ് അവരവിടെ കാണിക്കുന്നു. ഞാനിവിടെ നിന്നുകൊണ്ടാണ് കേട്ടോ എൻ്റെ ജീവിതം, എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു വീഴുന്നത് കണ്ടത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു. കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും അത്യാവശ്യം വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. പുതിയ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ് റീസെൻ്റ്ലി കഴിഞ്ഞ മരട് 357? യെസ്, മരട് സബ്ജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ കൊച്ചിയിൽ നിന്നല്ല എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലേ? അത് കഴിഞ്ഞു, പിന്നെ അത് റിലീസിന് റെഡി ആയിരിക്കുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്ത പടം സ്റ്റാർ എന്നാണ് ഫിലിമിൻ്റെ പേര്. സ്റ്റാർ, അതും ഷൂട്ട് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് തുടങ്ങാൻ പോകുന്ന ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ വന്നിപ്പം ഷൂട്ട് തുടങ്ങിയത്, പക്ഷെ ഞാൻ അതിൽ ജോയിൻ ചെയ്തില്ല, ചെറിയൊരു ഗ്യാപ്പ് എടുത്തു. ഓക്കെ. അത് അഭിനയം മാത്രമാണോ അതോ പ്രൊഡക്ഷനോ? അഭിനയം. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്ഷൻ എന്തെങ്കിലും പ്ലാൻ? പ്രൊഡക്ഷൻ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ തിരക്ക് പിടിച്ച് ധൃതി പിടിച്ചൊന്നും ഫോട്ടോ എടുത്ത് ചാടുന്നില്ല. കാരണം ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്ന പടം തന്നെ ഇപ്പം നമുക്കറിയാം തിയേറ്റേഴ്സ് ഒന്നും ഇല്ല. അതൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ, ഒന്നെങ്കിൽ OTT അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ മുടക്കിയ മുതൽ പോവാണ്ട് അത് മുന്നോട്ട് പോയാലേ നമുക്ക് കൂടുതൽ സിനിമകളിലേക്ക് പോകാൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ തിയേറ്ററുകൾ ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് നടക്കുന്ന എല്ലാവർക്കും OTT അത് മാത്രമാണ് ഒരു അപ്പോൾ ഈ OTT പ്ലാറ്റ്ഫോം ശരിക്കും ആസ് എ പ്രൊഡ്യൂസർ നമുക്കത് ഒരു പടം ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടോ? ആ ഒരു ഇത് മാത്രം കണ്ടിട്ട് OTT പ്ലാറ്റ്ഫോം ഇല്ല. പക്ഷെ ഒരുപാട് പടങ്ങൾ ഷൂട്ട് നടക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറേയൊക്കെ ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള ശരിക്കുള്ള ഒരു അവബോധം ഇല്ലാതെ കുറേ ഡയറക്ടേഴ്സ് മേ ബി ന്യൂ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ട് മേ ബി പുറത്തുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരധികം സിനിമകളൊന്നും ചെയ്തിട്ടുണ്ടാവത്തില്ല, ചിലപ്പോൾ അവർ ന്യൂ കമേഴ്സ് ആയിരിക്കും ഇൻ ദ പ്രൊഡക്ഷൻ സൈഡ്. അപ്പോൾ അവരങ്ങനെ ചിലപ്പോൾ അവർക്ക് ഒരു ചെറിയ തെറ്റായ ഒരു തെറ്റിദ്ധാരണ കൊടുത്തിട്ട് ഇതിപ്പോൾ പെട്ടെന്ന് വിറ്റു പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ചെറിയ മുതൽ മുടക്കിൽ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉള്ള സിനിമകളുണ്ടാവാം. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ അങ്ങനെ കാണുന്നു ഇപ്പോൾ ഈടെയായിട്ട്. അതല്ലാതെ പിന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമകളും അല്ലാതെയുള്ള എന്താ പറയുക നേരത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് മേ ബി അവരത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അവരതിനുള്ള ഒരു എന്താ പറയുക അപ്രോച്ച് അവരുടെ അടുത്ത് നടത്തിയിട്ട് അവർക്ക് അതിനുള്ള ഉറപ്പ് അവർ OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട്. അത് അവരുടെ ബ്രെയിൻ. അതല്ലാതെ കുറെ ഇങ്ങനെ അബദ്ധത്തിൽ പെടുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അവരെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അല്ല, അവർക്ക് ഇപ്പം ആസ് എ പ്രൊഡ്യൂസറായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത്രയും സിനിമകളൊക്കെ അഭിനയിച്ചു, പ്രൊഡ്യൂസ് ചെയ്തു. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു പടം നമ്മുടെ ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അഭിനയ മോഹം മുമ്പേ ഉണ്ടായിരുന്നോ? അഭിനയ മോഹം അങ്ങനെ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു പടത്തില് ഒരു അഭിനയിക്കാം എന്നുള്ളൊരു മൈൻഡ് വന്നതാണോ, അതോ ആ ഒരു ക്യാരക്ടർ അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് വരുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. നമുക്ക് അതിനുള്ള കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ അതിലുള്ള ആൾക്കാർ തരുന്നുണ്ടെങ്കിൽ അതിലെന്താ തെറ്റിരിക്കുന്നത്? എനിബഡി ക്യാൻ ഡു ഇറ്റ്. ഫുൾ ഹാപ്പിനെസ് ആണ് അത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഹസ്ബൻഡ് ആയാലും അത്ര സപ്പോർട്ടീവ് ആണ് കാര്യങ്ങൾ എല്ലാ രീതിയിലും. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഇപ്പം വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ആർക്ക് വേണേലും അഭിനയിക്കാം. അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇന്ന ആള് ചെയ്യാവുള്ളൂ, എന്നെ ഇന്ന ആൾക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനൊന്നും ഇല്ല. പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാതെയും ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ഓരോ മൈൻഡ് സെറ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. പിന്നെ കുറച്ച് മീഡിയാസ് അതിനെ എങ്ങനെ കാണുന്നു, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെ എങ്ങനെ ഡീപ്രൊമോട്ട് ചെയ്യുന്നു, ഇതനുസരിച്ചിട്ടിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തുന്ന കാര്യങ്ങൾ. അതല്ലാതെ അങ്ങനെയൊന്നും ഒരു അലിഖിത നിയമങ്ങളൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാം. ശരിക്കും ഒരു സിനിമയെ
പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലല്ലേ അതിൻ്റെ ഒരു സക്സസ്സിലോട്ടുള്ള വഴിയൊക്കെ. അതെ അതെ. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ശരിക്കും ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അതിനെ ചിലപ്പോൾ നല്ല സിനിമകളായിരിക്കും, നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് നല്ല സിനിമകൾ ഇറങ്ങി അതിനെ വേണ്ടത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടും പ്രൊമോഷൻ ചെയ്തുകൊണ്ടും അത് അടിയിലോട്ട് പോകുന്നതും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം സോഷ്യൽ മീഡിയ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പം അങ്ങനെ കുറേ എന്തെങ്കിലും അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രൊമോഷൻ വന്ന്? ഇല്ല, ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അധികം തലയിടുന്ന ആളല്ല. ആവശ്യമില്ലാത്തതെന്ന് കണ്ടാൽ നമ്മൾ ആ വഴിക്കേ പോകത്തില്ല. നമ്മൾ ഓൺലി വേർ ഇറ്റ് ഈസ് നീഡഡ് അതിൽ മാത്രം പ്രതികരിക്കുകയും പിന്നെ എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, എൻ്റെ മൈൻഡിൽ തോന്നുന്നു എനിക്ക് പ്രതികരിക്കണം അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം, അന്നേരം മാത്രം പ്രതികരിക്കും. ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അത് അവരുടെ മൈൻഡ് സെറ്റ് അവരവിടെ കാണിക്കുന്നു, അതിൽ നമ്മൾ അഭിപ്രായം പറയുമോ അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്നെ ആരും ഇങ്ങോട്ടാരും സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുമില്ല. എന്നെ എല്ലാവർക്കും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാനിടുന്ന എന്നെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നതും അല്ലെ എൻ്റെ സിനിമകളെ മാർക്കറ്റ് ചെയ്യുന്നിടത്തെല്ലാം എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടാണ് എല്ലാവരും തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. അതെ ചേച്ചി, ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ചാനലൊക്കെ ഇപ്പോൾ ഈ അടുത്ത് റീസെൻ്റ്ലി തുടങ്ങിയതാണ്. ഞാനും 1-2 വീഡിയോസൊക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ട്, ഒരു കപ്പ കൃഷി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനായിട്ട് അങ്ങനെ ഒരു പ്ലാൻ വന്നത് എന്തുകൊണ്ടാണ്? ആക്ച്വലി ഞാനൊന്നും അങ്ങനെ ഇപ്പം എന്നോട് ചോദിച്ചില്ല സിനിമയിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നതാണോന്ന്. ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ല. എല്ലാം ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിലേക്കുള്ള ഒരു ഇത് സംഭവിച്ചു പോകുന്നതാണ്. പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടായതും കല്യാണം ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ്. ബാക്കിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ അതങ്ങനെ സംഭവിക്കേണ്ടതാണ്, അതങ്ങനെ സംഭവിച്ചു. യൂട്യൂബ് ചാനലാണെങ്കിലും ഒരിക്കലും പ്ലാൻഡ് അല്ലായിരുന്നു. പെട്ടെന്നൊരു നിമിഷം ലോക്ക്ഡൗൺ വന്ന് വീട്ടിലിരിക്കുന്നു, ചുമ്മാ ബോറടിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു ഫൺ, ജസ്റ്റ് ഫോർ ഫൺ. പിന്നെ കുട്ടികളെയൊക്കെ കുറച്ച് ഇങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈവൻ എനിക്കും അതൊരു ചെറിയൊരു സന്തോഷമായിട്ട് ഫീൽ ചെയ്തിട്ട് അങ്ങനെ ചുമ്മാ എൻ്റെ ഒരു ഓൺ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഓൺ പ്ലാറ്റ്ഫോം, നമ്മുടെ ഓൺ ക്രിയേറ്റിവിറ്റി, അതിനകത്തൊരു സംവിധായകനില്ല, വേറെ ആരും ഇല്ല, നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യുന്നു, അങ്ങനെ തോന്നി ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ 2 മാസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ബിക്കോസ് ഐ വാസ് ബിസി വിത്ത് ഷൂട്ട്. അപ്പോൾ അങ്ങനെ അത് നിർത്തി സ്റ്റാർട്ട് അഗെയിൻ. പക്ഷേ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി യൂട്യൂബിൽ. ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ കപ്പ കൃഷിയുടെ ഒരു വീഡിയോ ഒക്കെ ഭയങ്കര ഷീൽ ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സ് ചിലത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഭയങ്കര നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന സംഭവമൊക്കെ റിയൽ ലൈഫ് സ്റ്റോറീസ് ആണല്ലോ കൂടുതലും വരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ വീട്ടിൽ പോകുന്നൊരു സംഭവം ഞാൻ കണ്ടു, അതിനകത്തൊരു വീടിൻ്റെ അകത്തൊരു കിളി വന്ന് കൂട്ടുന്ന ആ സംഭവം ശരിക്കും എന്താണ് ആ കിളി? എനിക്ക് അത് ആക്ച്വലി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ ലവ് ബേർഡ്സിനെ വളർത്തും, തത്ത അത് വളർത്തും, ഇതിങ്ങനെ നാച്ചുറലി അങ്ങനെ വന്ന് അവിടെ താമസിക്കുന്നതാണോ? അതെ അതെ അതെ, അത് എൻ്റെ പേരൻസ് താമസിക്കുന്ന വീടാണ്, എൻ്റെ ബ്രദറിൻ്റെ വീടാണത്. അപ്പം അവിടെ ഞങ്ങൾ വീട് പണിതിട്ട് ഇപ്പോൾ ഒരു 7-8 ഇയേഴ്സായി. അപ്പം ആ വീട് അവിടെ പണി തുടങ്ങി അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പണി കഴിഞ്ഞപ്പം അതായത് ആ ഫ്ലോർ വരുമല്ലോ മേളിലത്തെ, ആ റൂഫിൽ ഫ്ലോറെല്ലാം വന്ന് മേളിലത്തെ ഫ്ലോർ ഉണ്ടല്ലോ, ആ റൂഫ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ വന്ന് നാരായണക്കിളി എന്നാണ് ആ ഒരു സ്പീഷീസിൻ്റെ മലയാളത്തിലുള്ള പേര്, നാരായണക്കിളി. ഇംഗ്ലീഷിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇവർ അവിടെ വന്നിട്ട് ഒരു വർഷത്തോളം എടുത്ത് അവർ വീട് പണി കഴിയാനായിട്ട്. നമ്മൾ മേളത്തെ ടോപ്പ് ഏരിയാസ് പണി ചെയ്ത് ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ ഭയങ്കര വർക്കിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ എൻ്റെ ചാച്ച ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഇതിങ്ങനെ വന്നിതിങ്ങനെ. അപ്പം ആശാരി അങ്ങനെ അവരെല്ലാവരും പറഞ്ഞു അത് കളയണ്ട, ഭയങ്കര ലക്കാണത്. അപ്പോൾ ഈ കിളികൾ ഭയങ്കര റെയർ സ്പീഷീസാണ്. ഇപ്പോൾ അത് കേരളത്തിൽ അതങ്ങനെ അധികം ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ അവർ വന്ന് വീട് വെക്കുക നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലക്കാണെന്നാണ് പറയുന്നത്. അത് എല്ലായിടത്തും ഒരു പോകത്തില്ല. കുറച്ചിങ്ങനെ അവർക്കത് ഫീൽ ചെയ്ത് ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലത്താണ് അവർ വരുന്നതെന്നാണ് ഇങ്ങനെ നമ്മൾക്ക് കിട്ടിയൊരു അറിവ്. അപ്പോൾ അതിനെ ഒരു കാരണവശാലും അതിനെ നമ്മൾ ഇല്ലാതാക്കരുത്, അത് ഇല്ലാതാക്കുന്നത് നമുക്ക് തന്നെ ദോഷം ചെയ്യും എന്നൊക്കെയുള്ള ഒരു അറിവ് തന്നു. അപ്പോൾ നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുമല്ലോ, അന്ധവിശ്വാസമാണ് എന്താണെന്ന് അറിയില്ല, എന്താണെങ്കിലും അത് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അവരത് വീട് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ട് അവരത് ഉണ്ടാക്കി. ഇങ്ങനെ ഈ കളിമണ്ണ് വെച്ചിട്ട് അവർ ഒരുപാട് ആളുകൾ എടുത്തു അവരെ വീടുണ്ടാക്കാനായിട്ട്. നമ്മൾ കയറി താമസിക്കുന്നതിന് മുന്നേ തന്നെ
അവരവിടെ താമസം തുടങ്ങി 2 കിളികൾ. ഒരു പക്ഷേ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആയിരുന്നില്ല. ഇപ്പോ അത് ജനറേഷൻ കുറെ കഴിഞ്ഞിട്ടുണ്ടാവും. അവര് പിന്നെ മക്കളുണ്ടായി, ആ മക്കളെ അവര് പറത്തി വിടും, പിന്നെ അടുത്ത മക്കളുണ്ടാവും. അപ്പം ഈ അടുത്ത മക്കളുണ്ടാവുമ്പോഴാണ് ഈ ആദ്യത്തെ തലമുറേനെ പറത്തി വിടുന്നത്. അപ്പൊ ഇപ്പൊ അവര് ഒരു 4-5 പേരുണ്ട്. അത് മക്കളും കൊച്ചുമക്കളും ആരൊക്കെയാണെന്നൊന്നും അറിയില്ല. രാവിലെ ഒരു 5:30 ആകുമ്പോൾ പോവും, പറന്നു പോവും. വൈകിട്ട് 5-5:30 ആകുമ്പോഴേക്കും വീട്ടിൽ കയറും. എന്നിട്ട് അതിലിങ്ങനെ പറന്ന് നടക്കും. അവര് നമുക്ക് ഒരു ശല്യം ഉണ്ടാക്കാറില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ ഭയങ്കര ഒരു വ്യത്യസ്തത തോന്നുന്നു അല്ലെ കേൾക്കുമ്പോൾ. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴും ഭയങ്കര ഒരു ഇതായി തോന്നി. നമ്മുടെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം. നമ്മള് ഒരു ലവ് ബേർഡ്സ് കൂട് വാങ്ങിച്ച് അതിനകത്ത് കൂട്ടിലിട്ട് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി സംഭവം ഫീൽ ചെയ്തു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ഇങ്ങനെ അത് എൻജോയ് ചെയ്യാറുണ്ട്. ഇങ്ങനെ അവർ വരുന്നത് നോക്കി ഞാൻ ഇരിക്കാറുണ്ട്. അവരെ കാണുക എന്ന് പറയുന്ന ഒരു ഭയങ്കര രസം. അവർ കുറച്ച് സമയം വന്നിട്ട് ഇങ്ങനെ ലൈറ്റിൽ, അതുപോലെ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര കെയർഫുൾ ആണ്. ഫാനിൽ ഒരിക്കലും അവർ തട്ടാതെ, അവർക്കത് ഭയങ്കരമായിട്ട് അവർ അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെ തട്ടിയാൽ അവർ ഇതാ പ്രശ്നമാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവരതൊക്കെ കെയർഫുൾ ആയിട്ട് ഒരിക്കലും ഒരു കിളി പോലും അവിടെ അങ്ങനെ ഫാൻ തട്ടി ചത്തു വീഴും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞു കിളികളാണെങ്കിലും അവർക്ക് തീറ്റ കൊണ്ട് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതൊരു ഭയങ്കര ഒരു രസമായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര ഒരു ഐശ്വര്യമായിട്ട് എനിക്ക് തന്നെ തോന്നുന്നതാണ്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു കിളി കൂട് എന്ന രീതിയിൽ ഇപ്പോൾ ഒരു കിളി ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വീടുണ്ടാക്കുന്നു. മരട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തല്ലോ. ആ ഒരു സിനിമയുടെ സബ്ജക്റ്റ് നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം, റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം ഷൂട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ ആ ഒരു ഇത് ഷൂട്ട് ചെയ്തപ്പോൾ? എന്താന്ന് ചോദിച്ചാൽ ഞങ്ങളത് ഷൂട്ട് ചെയ്ത ആ ഒരു ഫ്ലാറ്റിൽ കുറച്ച് ഈ മരട് പൊളിച്ച ഫ്ലാറ്റിൽ നിന്ന് വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് അവരുടെയൊക്കെ കൺമുൻപിലാണ് നമ്മൾ ഈ ഷൂട്ട് 30-35 ഡേയ്സിൻ്റെ ഷൂട്ട് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഒരു 4-5 ഫാമിലീസ് അവിടെ താമസിക്കുന്നുണ്ട് നമ്മൾ ഈ ഷൂട്ട് നടക്കുന്ന ബിൽഡിങ്ങിൽ. അപ്പോൾ അവരവരുടെ ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആ ഒരു വീട് അവർ സ്വന്തമാക്കിയത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുള്ള അവരുടെ ഫീലിങ്സ്, അതൊക്കെ അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തു. പിന്നെ അതിൽ 1-2 പേര് അഭിനയിക്കുകയും ചെയ്തു. അതായത് ഈ ഫ്ലാറ്റിൽ നിന്നുള്ള 1-2 പേര് വേഷങ്ങൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഒരു എക്സ്പ്ലനേഷനൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു നമുക്ക് ഫീൽ ചെയ്തു. ശരിക്കും നമ്മളൊക്കെ ഒരു വീടെന്നുള്ളൊരു സ്വപ്നം എല്ലാ മനുഷ്യരും ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടുകൾക്കും ജോലിയൊക്കെ ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് എല്ലാവരും വീടുണ്ടാക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഒരു നിമിഷം അത് ഇല്ലാതാവുന്നു. ഒരുപക്ഷെ ഗവൺമെൻറ്റിൽ നിന്ന് അവർ ചിലപ്പോൾ തുച്ഛമായിട്ടുള്ളൊരു തുക കൊടുത്തിട്ടുണ്ടാവാം. എങ്കിലും അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ മക്കൾ, കൊച്ചു കുട്ടികളൊക്കെ അവിടെ കളിച്ച് ജീവിച്ച് പെട്ടെന്ന് ഒരു നിമിഷം അവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഒരു ഇമോഷണലി. ശരി, വർഷങ്ങളോളം വാടകയ്ക്ക് താമസിച്ച വീടുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴും ഒരു വിഷമം ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഇത് ഷൂട്ട് ചെയ്തപ്പോൾ അതിനകത്ത് കൂടെ അഭിനയിച്ച ആൾക്കാർ അവിടെ ഓൾറെഡി താമസിച്ചവരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഈ ഒരു രണ്ടാമത് അവരുടെ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യാണല്ലോ ഈ ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ആ ഷൂട്ട് ലൊക്കേഷനിൽ വെച്ചിട്ട്? ഈ ഓൾറെഡി അവിടെ താമസിച്ചവർ ഇതിനകത്ത് അഭിനയിച്ചപ്പോൾ ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഡയലോഗ് പറയുമ്പോൾ അറിയാതെ എന്തെങ്കിലും ഒരു ഫീലിങ്സോ? ഇല്ല, അവരത് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അവർ നമ്മളെ വന്ന് മീറ്റ് ചെയ്തിട്ട് ഈ കാര്യം പറയുമ്പോൾ തന്നെ അവർ ഇമോഷണലാണ്. പിന്നെ ഞാൻ ഇൻ ബിറ്റ്വീൻ ഷൂട്ടിലൊക്കെ അവിടെ ഒരു ചേച്ചി, ഞാൻ അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ കയറിയിരിക്കും. പുള്ളിക്കാരി എന്നോട് ഷെയർ ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നെ അവിടെ ബാൽക്കണിയിലൊക്കെ നിന്ന്, കാരണം ആ ബാൽക്കണിയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ബിൽഡിങ്ങിൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ ഈ പൊളിഞ്ഞു വീണ ഫ്ലാറ്റിൻ്റെ ആ ഏരിയ നമുക്ക് നന്നായിട്ട് കാണാം. അപ്പോൾ അവർ പറഞ്ഞു, ഇതേ ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് കേട്ടോ എൻ്റെ ജീവിതം, എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്ന് വീഴുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ചേച്ചിക്ക് എങ്ങനെ അത് കാണാൻ പറ്റി? എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ നിന്ന് കാണാനല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അവരുടെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടിട്ട് അത് തന്നെയാണ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള തലം എന്ന് പറയുന്നത്. ശരിക്കും ഈ മരട് എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണല്ലേ. അത് കാരണം കഴിഞ്ഞ ദിവസം ഷീൽ ചേച്ചി അതിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ന്യൂസിൽ ആ സമയത്ത് കണ്ട ആ ഒരു കാഴ്ചകളൊക്കെ ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഒരുപാട് പടങ്ങളായി കണ്ണേട്ടൻ ചെയ്യുന്നു. അപ്പം സ്ഥിരം അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിക്ക് അങ്ങനെ കണ്ണേട്ടനെ വെച്ചിട്ട് ഒരുപാട് പടങ്ങൾ ചെയ്യുന്ന നിങ്ങൾ തമ്മിലൊരു ബോണ്ട്
നല്ലൊരു ബോണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സാധാരണ ചിലപ്പോൾ നമ്മൾ ആസ് എ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പം ആസ് ആൻ ആക്ട്രസ് എനിക്ക് കുറച്ച് അറിവുകൾ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ആസ് എ പ്രൊഡ്യൂസർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ആസ് എ ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ, ആസ് എ ക്യാമറാമാൻ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട്. അപ്പം നമ്മളിതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പം കണ്ണൻ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പം ചില സിനിമകൾ ചെയ്താൽ പിന്നെ ചിലപ്പം നമ്മൾ ആ ഒരു സെക്ഷനിൽ വെച്ചിട്ട് വീണ്ടും ഒരു സിനിമയിലേക്ക് ചിലപ്പോൾ പോയെന്നിരിക്കത്തില്ല. ചിലപ്പോൾ അത് എന്തെങ്കിലും ഒക്കെയുള്ള ഒരു ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ ഡയറക്ടർ സൈഡിൽ നിന്നോ എവിടുന്നെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഈ എന്നാ പറയുക ഓവറോൾ ആ ഒരു സബ്ജക്റ്റ് വൈസിൽ നമുക്ക് ചിലപ്പോൾ പിന്നീട് ആ ഒരു ടീമിലേക്ക് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായെന്നിരിക്കത്തില്ല. ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാണ്, നമുക്ക് ഓരോരുത്തരോട് തോന്നുന്ന ഫീലിങ്സ്, താല്പര്യങ്ങൾ, അതൊക്കെയാണ് വീണ്ടും നമ്മളെ അവരിലേക്ക് എത്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവരെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മിണ്ടണം എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. ചിലപ്പോൾ ചിലരെ കണ്ടാൽ നമ്മൾ ഇറ്റ്സ് ഓക്കെ അവരെ നമ്മൾ ഓർക്കാറേ ഇല്ല. അതേപോലെ തന്നെ സിനിമ ചെയ്യുമ്പോഴും ഒരു ടീമിൻ്റെ കൂടെ സിനിമ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അവരുടെ കൂടെ വർക്ക് ചെയ്യണം, കാണണം, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലൊരു ക്രിയേറ്റിവിറ്റി അവരോടൊപ്പം ഉണ്ടാക്കണം എന്ന് തോന്നുന്നത് ഒരുപക്ഷെ കണ്ണൻ ചേട്ടനോടൊപ്പം വീണ്ടും വീണ്ടും തോന്നുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പം ഞങ്ങൾക്കും ഉണ്ടാവണമല്ലോ ആസ് എ പ്രൊഡ്യൂസർ നമുക്കും ഉണ്ടാവണം അതേ സെയിം ക്വാളിറ്റീസ്. അപ്പം അദ്ദേഹത്തിനും അത് ഫീൽ ചെയ്താലാണ് നമ്മൾ ഒന്നിച്ചൊരു സംഭവം എനിക്ക് മാത്രം ഫീൽ ചെയ്തുകൊണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആസ് എ പ്രൊഡ്യൂസർ സൈഡ്, ഡയറക്ടർ സൈഡ്, എല്ലാ ഒരു ടീം മൊത്തത്തിൽ അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇനിയും അങ്ങനെ സംഭവിക്കട്ടെ. ശരിയാ, ചിലർ നമ്മൾ ഫ്രണ്ട് സർക്കിളിലായാലും വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ വർഷങ്ങളോളമുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്കൊരു ബോണ്ട് അതിന് പറയുന്ന എന്താ പറയുക, ഒരു ഗുഡ് വൈബ്സ്, പോസിറ്റീവ് വൈബ്സ് എന്ന് പറയും. ചില ടീമിനോട് ഞാൻ ആരെയും എടുത്ത് പറയുക അങ്ങനെ ഒന്നുമല്ല കേട്ടോ, ഇവിടെ ഞാൻ ആരെയും അങ്ങനെ സ്പെസിഫൈ ചെയ്തല്ല പറയുന്നത്. ചില ടീം നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് വൈബ്സ് ആയിരിക്കും വരുന്നത്. ചിലർ വരുമ്പോൾ ചിലപ്പം ഒരുപക്ഷെ വലിയ സംഭവമൊന്നും കാണത്തില്ല, ചെറിയൊരു സിനിമയായിരിക്കാം, നമുക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവത്തില്ല, എന്നാൽ കൂടി നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടല്ലോ, ആ വൈബ്സ് നമ്മളെ ഒരു നല്ല ഇതിലേക്ക് എത്തിക്കും, ഒരു റിസൾട്ടിലേക്ക് എത്തിക്കും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ണൻ ചേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസിൽ. ഇപ്പോൾ നമ്മൾ ഒരു ആസ് എ ന്യൂ കമർ ഒരു ആൾ ഒരു സ്ക്രിപ്റ്റ് പറയാൻ വരിക, അപ്പം ആ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണോ, മീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷീല ചേച്ചി ഒരുമിച്ചാണോ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു സിനിമ ഇപ്പം ഒരു സ്ക്രിപ്റ്റിൽ മാത്രമല്ലല്ലോ ഇരിക്കുന്നത്, അതിൽ ബിസിനസ് നടക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കണം. അപ്പം ഞങ്ങൾ പർട്ടിക്കുലറാണ് ആ ഒരു കാര്യത്തിൽ. ബിസിനസ് നടക്കുന്ന ഒരു സാധനമായിരിക്കണം. ചുമ്മാ ഒരു സിനിമ നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം, ആരെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പം ആ ബിസിനസ് പരമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് തോന്നുന്ന സംഭവമാണെങ്കിൽ മാത്രമായിരിക്കും ഹസ്ബൻഡ് അതിനെ നമ്മൾ പോസിറ്റീവ്ലി അതിനെ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കാര്യത്തിൽ ഞാനും കൂടി ഇരുന്നിട്ട് പിന്നെ നമ്മളത് പ്രൊസീഡ് ചെയ്യുന്നു. സോ നമ്മളത് സ്ക്രിപ്റ്റ് കേൾക്കാം എന്നുള്ള ഇതിലേക്ക് അന്നേരം ആയിരിക്കും ഞാനിരിക്കുന്നത്. അതല്ലാതെ ആദ്യമേ ചാടിക്ക് ഒരു സ്ക്രിപ്റ്റ് കേൾക്കാനിരുന്ന അതിനെ സമയം കാണുള്ളൂ. ഒരുപാട് പേര് ഷീലജിയുടെ അടുത്തായാലും അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് വരുന്നവരുണ്ടാവും, ഡയറക്ഷൻ പല കാര്യങ്ങൾക്കും ഒരു അവസരം തേടി വരുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? അവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് വളരെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യും. കാരണം അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ക്രിയേറ്റീവായിരിക്കും, അവർ അഭിനയ മോഹമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഡയറക്ടേഴ്സ് ആണെങ്കിൽ ന്യൂ കമേഴ്സ് അവർക്ക് അങ്ങനെ ഒരു എൻട്രി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ ഞാൻ വളരെ പോസിറ്റീവ്ലി നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് മുടക്കി എല്ലാവരെയും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അവിടെ നമ്മളുടെ ഒരു വശം കൂടെ നമ്മൾ നോക്കണം. അപ്പം നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിലെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈവൻ അത് ഏത് രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്താലും ഞാൻ ഒരിക്കലും അവർക്കൊരു നെഗറ്റീവ് രീതിയിൽ ഞാൻ പെരുമാറിയിട്ടില്ല. അതല്ലെങ്കിൽ അവരെന്നോട് നെഗറ്റീവ്ലി പെരുമാറിയാൽ മാത്രമായിരിക്കും ഞാൻ അവരെ എങ്കിലും നെഗറ്റീവ്ലി പെരുമാറാറില്ല. അവോയ്ഡ് ചെയ്ത് പോകുന്നുള്ളതല്ല, ഇഗ്നോർ ചെയ്യുമെന്നുള്ളതല്ലാതെ ഐ ജസ്റ്റ് ഡു എന്താ പറയുക, എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റിയിൽ സംസാരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇത്ര നാളെ സിനിമയിൽ വന്നിട്ട് ഇത്രയും സിനിമകൾ ചെയ്തു, സിനിമ ആക്ട്രസ് എന്നൊരു ലേബിൾ വന്നു, എന്തെങ്കിലും ഒരു തിക്ത അനുഭവങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അകത്തുനിന്നോ പുറത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? ഫേസ് ചെയ്യാൻ അങ്ങനെ നോക്കിയാൽ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലാണ് ഏതൊരു ഇൻഡസ്ട്രിയിലും ഉള്ളതുപോലെ സിനിമയിലുമുണ്ട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് നമ്മളതിനെ എങ്ങനെ കാണുന്നു, നമ്മളതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു, അതനുസരിച്ചിട്ടിരിക്കും കാര്യങ്ങൾ. ഇപ്പോൾ ചില സിനിമകളിലൊക്കെ നമ്മളെ കാസ്റ്റ് ചെയ്തിട്ട് ചിലപ്പം വളരെ ഈസി ആയിട്ട് നമ്മളെ അതിൽ നിന്നെടുത്ത് മാറ്റാറുണ്ട്.
അതുപോലെ അത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആർട്ടിസ്റ്റിന്, ഇവൻ ഞാൻ പല സിനിമകളിലും ഇങ്ങനെ ഇരിക്കുമ്പം ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആയിട്ട്, ഇവൻ ആർട്ടിസ്റ്റിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്, ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, ഞാൻ ഇന്ന സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്തായിരുന്നു, അവസാന നിമിഷം വേണ്ടേ ഔട്ടാക്കി, പിന്നെ വിളിച്ചില്ല, ആ സ്ഥാനത്ത് ഈ നടിയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ. അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് 2 പ്രാവശ്യം. പക്ഷേ അത് ആദ്യം എനിക്ക് വിഷമമായിരുന്നു. നമ്മൾ കുറച്ചൊരു 3-4 മാസങ്ങൾ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് നമ്മൾ സ്വപ്നം കാണുന്നു, അതിനെ പറ്റിയിട്ട് നമ്മൾ മുന്നോട്ട് സ്വപ്നം കണ്ട് വളരെ നല്ലൊരു സിനിമയും കൂടെ ആകുമ്പോൾ നമ്മൾ ആ സിനിമയുടെ ഭാഗമാകണമെന്ന് ആരാണേലും ആഗ്രഹിക്കും. അവസാന നിമിഷം നമ്മൾ അതിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നറിയുമ്പോഴുള്ള ഒരു വിഷമം ശരിക്കും എന്നെ സംബന്ധിച്ചൊരു വിഷമമുള്ള കാര്യം. എല്ലാവരും ഫേസ് ചെയ്യുന്ന സംഭവമാണല്ലോ ഒരു വിഷമം. പക്ഷെ ഇപ്പൊ എനിക്ക് അതൊക്കെ എൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങനെ സംഭവിച്ചപ്പോഴും എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എൻ്റെ ലൈഫിലുണ്ടായത്, ഇപ്പം ആരെൻ്റെ അടുത്ത് വന്ന് ഭയങ്കര മോഹനസുന്ദര വാഗ്ദാനങ്ങൾ തരികയാണ്. ഇത് ഇന്ന സിനിമയിൽ ഷിലുവിന് ഭയങ്കര വേഷമാണ്, ഇന്ന് കോസ്റ്റ്യൂമൊക്കെ വേണ്ട റെഡി ആയിട്ടുണ്ട്, ഇന്ന് അഡ്വാൻസ് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് അഡ്വാൻസ് ഒക്കെ തന്നെന്ന് വെച്ചു. എങ്കിലും ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് സിനിമ എഡിറ്റിംഗ് കഴിഞ്ഞ് അത് റിലീസായി എന്നെ അതിനകത്ത് കാണാതെ ഞാൻ അത് വിശ്വസിക്കത്തുമില്ല, ഞാൻ അതിനെ പറ്റിയിട്ട് സ്വപ്നം കാണാറുമില്ല, അതിനെ പറ്റിയിട്ട് ഒരു കാര്യങ്ങളും ഞാൻ എന്താ പറയുക, എന്തെങ്കിലും പ്രൊമോഷൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമെന്നുള്ളതല്ലാതെ അതിനെപ്പറ്റി ഞാൻ വലിയ സംഭവമായിട്ട് കാണാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളത് കാണുമ്പോൾ, നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നമുക്കത് കിട്ടണം. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, നമ്മൾ കുറച്ച് സ്വാർത്ഥരാണ്, നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്കത് സാധിക്കണം. അപ്പം നമ്മൾ അതിനെപ്പറ്റി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ട് തരുവാണ്, ഇതാ പിടിച്ചോ, ദാണ്ട നിനക്കൊണ്ട്. അവസാനം നമ്മളെ എന്നാ പറയുക, ഒന്നും ഇല്ലാത്ത പോലെ ആകുമ്പോൾ നമ്മൾ എന്തായി മാറും, നമ്മൾ ഭയങ്കര ഡെസ്പാവും. എന്തിനു വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് നമ്മളെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കുള്ളത് നമ്മളെ തേടി വരും. ഇപ്പം സിനിമയിൽ അഭിനയിക്കുക, എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എടുത്ത് കളഞ്ഞെന്നിരിക്കും. അതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് പോകണം ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. അതെ, അത് ഈ കാണുന്ന എല്ലാവരും, സിനിമ മോഹം ഉള്ള എല്ലാവരും ഈ ഒരു വേർഡ്സ് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡയറക്ടർ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പല രീതിയിൽ അവർക്ക് പറയാൻ അവരുടേതായ റീസൺസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ആ ഒരു പോർഷൻ, നമ്മൾ അഭിനയിച്ച ഒരു പോർഷൻ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അതുമായിട്ട് ചേരുന്നില്ല, അപ്പം ഞാനതങ്ങ് എടുത്തു കളഞ്ഞു. അത് വളരെ വിലയേറിയ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റീസൺ ആയിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നത്. പറയുന്ന ആൾക്കാർക്ക് അത് പറയാം, ബിക്കോസ് ഫോർ സിനിമയുടെ ഒരു എന്നാ പറയുക, നന്നായി ഓടാൻ വേണ്ടിയിട്ട് ഞാനത് കളഞ്ഞു. അല്ലെങ്കിൽ പക്ഷേ ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് ആൻ ആക്ട്രസ് അതിൽ ചെയ്ത ആൾക്ക് അത് ഭയങ്കര ഒരു സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ ഇതിൽ വന്ന് കുറച്ച് വർഷം നിന്ന് കഴിയുമ്പോൾ, നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ, എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആവും. അപ്പം നമ്മൾ അതിനെ അങ്ങനെയേ കാണുള്ളൂ. അപ്പോൾ ആദ്യം 1-2 സിനിമകളിലൊക്കെ ഇങ്ങനെ എനിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സങ്കടമാണ്, നമുക്ക് സങ്കടമൊക്കെ വരും. പക്ഷെ പിന്നീട് ചിന്തിച്ചു തുടങ്ങി, എന്തിന് ഇത്ര വിഷമിക്കണം, നമുക്കുള്ളത് നമ്മുടെ അടുത്തുണ്ട്, അത് നമ്മളെ തേടി വന്നോളും. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത്, നമ്മളൊരു അച്ചീവ്മെൻറ്റ് ചെയ്ത്, നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണലി ഒരു ജോലിയിൽ ഇരിക്കുന്ന പോലല്ല സിനിമയിൽ ഉള്ള നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഇത്. അത് എനി ടൈം നമ്മളെ എടുത്ത് മാറ്റാം. ഒരു ഗവൺമെൻറ് ജോലിയിലാണെങ്കിൽ നമ്മൾ ഒരു അന്യായം ചെയ്യുന്നത് വരെ നമ്മളവിടെ ഉണ്ടാവും. റിട്ടയർ ചെയ്താലും നമ്മൾക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ശമ്പളം കിട്ടും. നമ്മളെ അവിടെ നിന്ന് ആരും എടുത്ത് മാറ്റത്തില്ല, നമുക്കതൊരു സ്ഥിര ജോലിയാണ്. പക്ഷെ സിനിമയിൽ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന എഫേർട്ട്, നമ്മുടെ കഴിവുകൾ, അതൊന്നും നമുക്ക് അവിടെ പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കണമെന്നില്ല. ഇതെല്ലാം ഒരു ലക്കായിരിക്കാം, നമ്മൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും, അല്ലെങ്കിൽ സിനിമ ഓടുന്നത് പോലെ ഇരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഓക്കെ, പണ്ടത്തെ കുറേ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുമല്ലോ ഷിജിക്ക്, അവരെല്ലാവരും ഇപ്പം ടച്ചിലാണ്. ഇപ്പം അവരുടെ അടുത്തൊക്കെ നമ്മളിപ്പോൾ പോകുമ്പോൾ, ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ്, ആ ഒരു ഇമേജ് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവുമല്ലോ. പഴയ ഒരു റെസ്പോൺസും ഇപ്പോൾ സെലിബ്രിറ്റി ആയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മകൾ ഈ അടുത്ത് റീസെൻ്റ്ലി എന്തെങ്കിലും സംഭവിച്ചിരുന്നു? അങ്ങനെ ചോദിച്ചാൽ അവർ നമ്മളെ കാണുന്ന ഒരു സംഭവം എന്ന് പറയുമ്പം നമുക്ക് കുറച്ച് ജാടയായിരിക്കും, അല്ലെങ്കിൽ പൊതുവെ സെലിബ്രിറ്റികൾക്ക് ഒരു ജാട, അല്ലെങ്കിൽ ഇപ്പം ഒരു നടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരെ കാണുമ്പം ഒരു മൈൻഡ് ഉണ്ടാവത്തില്ല എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിൽ അവർ ഇന്നും ഞാൻ എടി വാടി പൊടിയെന്ന് വിളിച്ചിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഉള്ളത്. പക്ഷെ അവർക്ക് അതൊരു മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുണ്ടാവാറുണ്ടാവും. പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ഞാൻ നേഴ്സായിരുന്നു, അപ്പം ഞങ്ങളൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്.
അപ്പോൾ അവർക്ക് അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവർക്ക് പിന്നെ അന്ന് തൊട്ടേ ഞാനൊരു ഡാൻസറായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ അവിടെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്കറിയാം ഞാൻ അങ്ങനെ ഒരു കലാപരമായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അവരിപ്പോഴും ആ ഒരു ഇതിലാണ് എന്നെ കാണുന്നത്. എന്താണെങ്കിലും നീ അന്ന് നിൻ്റെ ഇഷ്ടം അതൊക്കെ അല്ലായിരുന്നോ, അപ്പം നീ എന്താണെങ്കിലും അത് അച്ചീവ് ചെയ്തല്ലോ, അങ്ങനെ പറയുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ നഴ്സിംഗ് സുഹൃത്തുക്കൾ. പിന്നെ കുറച്ചൊക്കെ സ്കൂൾ തലത്തിലുണ്ടായിരുന്നവരാണ് കുറച്ചിങ്ങനെ വേറൊരു രീതിയിൽ നമ്മളെ കാണുന്നത്. അവർക്ക് നമ്മളെ പറ്റി കൂടുതൽ അങ്ങ് അറിയാത്തതുകൊണ്ടുള്ള ഒരു സംഭവമാണ്. ഈ പഠിച്ച സ്കൂളിലോ കോളേജിലൊക്കെ രണ്ടാമത് ഗസ്റ്റ് ഒക്കെ ആയിട്ട് പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. വേറെ കോളേജിലൊക്കെ പോയിട്ടുണ്ട്, പഠിച്ചിടത്തേക്ക് പോയിട്ടില്ല. ശരി, എന്തായാലും ഷീല ചേച്ചി നമ്മുടെ കൂടെ കുറച്ച് സമയം വന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്രൊജക്റ്റുകൾ ഇപ്പം നമ്മൾ സംസാരിച്ച പോലെ മരടുണ്ട്, പിന്നെ സ്റ്റാർ. ഇനിയിപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുടെ അടുത്ത് വന്ന എന്തെങ്കിലും സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യാം എന്ന പ്ലാനിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ? ചെയ്യാമെന്നുള്ള ഏകദേശം ഒരു ധാരണ വന്ന പ്രൊഡക്ഷൻ അല്ല അഭിനയിക്കാനായിട്ട് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ചെറിയ രീതിയിൽ ഇപ്പോൾ ഷൂട്ടൊക്കെ തുടങ്ങി കേട്ടോ. അതിപ്പോൾ റീസെൻ്റ്ലി ഒന്ന് രണ്ടെണ്ണം വന്നായിരുന്നു. പക്ഷെ ഞാൻ തന്നെ അത് വേണ്ടാന്ന് വെച്ചു. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഇപ്പം വീട്ടിൽ കുട്ടികളുടെ കൂടെ ഇപ്പോൾ ഓൾറെഡി ഒരു 35 ദിവസം കണ്ടിന്യൂസ് വർക്കിലായിരുന്നു, സ്റ്റാറിൻ്റെ വർക്കിലായിരുന്നു. പിന്നെ ഈ കോവിഡ് ടൈമാണ്, അപ്പോൾ കുറച്ച് വീട്ടിൽ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അത്യാവശ്യം നല്ല ക്യാരക്ടറായിരുന്നു. 1-2 സിനിമകൾ വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെ ഫുൾ ടൈം എനിക്ക് അങ്ങനെ പോയിട്ട് ഒരു രീതിയിൽ അങ്ങനെ പോകാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ മറ്റുള്ളവരെ പോലെ ഫുൾ ടൈം ഫ്രീ അല്ല, ആർട്ടിസ്റ്റായിട്ട് മാത്രം നിൽക്കുന്ന ഒരാളല്ല. എനിക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, വീട്ടിൽ കുട്ടികളുണ്ട്, പിന്നെ ആസ് എ വൈഫ് അല്ലാതെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നെക്കൊണ്ട് ഒക്കുന്ന ലൊക്കേഷൻസിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് കൂടുതലും ഞാൻ ജോയിൻ ചെയ്യാറുള്ളത്. ശരി, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഷോയിൽ വന്നു ചേച്ചി, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് പേഴ്സണലി നമ്മുടെ ചേച്ചിമാരെ അല്ലെങ്കിൽ ടീച്ചർമാരൊക്കെ സംസാരിക്കുന്ന ഒരു വൈബാണ് എനിക്ക് ഇവിടെ സംസാരിച്ച് തോന്നി. അപ്പോൾ എന്തായാലും ചേച്ചി ലൈഫിൽ ബിഗ് സക്സസ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആൻഡ് താങ്ക് യു വൺസ് അഗെയിൻ. ഇനിയും ഇതുപോലുള്ള എൻ്റെ ഷോയിൽ വരണം. അന്നും ഒരുപാട് വിശേഷങ്ങൾ പുതിയത് പറയാൻ പറ്റണം. അപ്പോൾ അടുത്തൊരു നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ കാണുന്നവരെ തൽക്കാലം ഞാനിവിടെ ഒരു ബ്രേക്ക് ചെയ്യാണ്. കാരണം നമ്മുടെ ഒരു സമയപരിധി അറിയാലോ. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അങ്ങോട്ടും വിഷ് യു ഓൾ സക്സസ് ഇൻ ലൈഫ്. താങ്ക് യു.